സോ നമ്മൾ ലാസ്റ്റ് വീഡിയോ വരെ കണ്ടത് എന്താണ്? അസസ്മെന്റ് ആണ് അല്ലെ. അസസ്മെന്റും ടൈപ്സ് ഓഫ് അസസ്മെന്റ് പ്രോപ്പർട്ടീസ്, ഗോൾസ്, സ്കോപ്പ് എന്താണ്, ഫീച്ചർ എന്താണ്, യൂസസ് എന്താണ്, ഫംഗ്ഷൻ എന്താണ്. സോ അസസ്മെന്റ് ആണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തത് കണ്ടുകൊണ്ടിരുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്ത്? ഇവാലുവേഷൻ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു 3 കാര്യങ്ങളുണ്ടല്ലേ. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് വരുന്നത്? മെഷർമെന്റ്, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. അപ്പൊ മെഷർമെന്റ് എന്താണെന്ന് നമ്മൾ കണ്ടു, അസസ്മെന്റും കണ്ടു. നെക്സ്റ്റ് തേർഡ് വൺ is what? Evaluation. അപ്പൊ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് മെഷർമെന്റ് പ്ലസ് ഒരു ജഡ്ജ്മെന്റ്. ഓക്കെ, നമ്മളൊരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഈ ന്യൂമറിക്കൽ വാല്യൂവിനും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ജഡ്ജ്മെന്റ് കൊടുക്കുന്നുണ്ട്. ജഡ്ജ്മെന്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് വരുന്നത്? അതായത് നമ്മൾ ഇപ്പം എന്താ പറയാ 40+ വരികയാണെങ്കിൽ പാസ് ആണ്, 40 ബിലോ ആണെങ്കിൽ ഫെയിൽ ആണ്. അപ്പൊ പാസ് ഫെയിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജഡ്ജ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കാം. Evaluation is an act or process that assigns value to the measure. അപ്പൊ നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നതിന് ഒരു വാല്യൂ കൊടുക്കുന്നതാണ് എന്ത്? ഇവാലുവേഷൻ എന്ന് പറയുന്നത്. When we are evaluating, we are making a judgment as to the suitability, desirability or value of a thing. അതായത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മളൊരു ജഡ്ജ്മെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ത് ജഡ്ജ് ചെയ്യുന്നത്? ആ കുട്ടി പഠിച്ചിട്ടുണ്ടോ? ആ കുട്ടിക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വന്നോ? ആ കുട്ടി മെച്ചുവർ ആയോ ഇൻ ദ സെൻസ് ആ ഒരു എന്താ പറയുക സൊസൈറ്റിയിൽ ആക്സെപ്റ്റൻസ് ഉള്ള ആ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് വന്നോ? അങ്ങനെയൊക്കെ കാര്യങ്ങളില്ലേ. അപ്പൊ അങ്ങനെ നമ്മളൊരു ജഡ്ജ്മെന്റും കൂടെ പാസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദ ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻ, ഇവാലുവേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇസ് കൺസേൺ വിത്ത് മോർ ദാൻ ജസ്റ്റ് ദ ഫോർമൽ അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഓഫ് ദ സ്റ്റുഡന്റ്. അപ്പൊ ഇവാലുവേഷൻ എന്താണെന്നാണ് പറയുന്നത്? നമ്മളിപ്പോ ടീച്ചിങ് ലേണിംഗ് സിനാരിയോയിൽ എടുക്കുകയാണെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസസ്മെന്റിനെ പോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ആൻഡ് എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്? ഇവാലുവേറ്റ്. ഇപ്പൊ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഒരു അക്കാഡമിക് അച്ചീവ്മെന്റ് അല്ല, ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ ഇംപ്രൂവ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ജഡ്ജ് ചെയ്യാണ് ചെയ്യുന്നത് ഇവാലുവേഷനിൽ. ഓക്കെ, സോ ഇവാലുവേഷൻ refers to the assessment of a student's progress towards stated objectives. അതായത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ. 10th സ്റ്റാൻഡേർഡിൽ കുട്ടിക്ക് ഫിസിക്സിൽ ഇത്രയും നോളജ് വേണം എന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ്. അപ്പം ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് സ്റ്റുഡന്റിന്റെ പ്രോഗ്രസ് നമ്മൾ അസസ് ചെയ്യുന്നത് എന്താണ്? ഇവാലുവേഷൻ ആണ്. അതേപോലെ എത്ര എഫിഷ്യന്റ്ലി നമ്മൾ അത് ടീച്ച് ചെയ്തു എന്ന് അസസ് ചെയ്യുന്നത് എന്താണ്? ഇവാലുവേഷൻ ആണ്. അതേപോലെ തന്നെ എന്താണ്? കരിക്കുലത്തിന്റെ ഇഫക്റ്റീവ്നെസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതും എന്തിലാണ് വരുന്നത്? ഇവാലുവേഷനിലാണ് വരുന്നത്. അപ്പൊ അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് പ്രോഗ്രസ് ടുവേർഡ്സ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ്, ദി എഫിഷ്യൻസി ഓഫ് ടീച്ചിങ്, ദി എഫക്റ്റീവ്നെസ് ഓഫ് കരിക്കുലം, ഇതെല്ലാം എന്തിന്റെ അടിയിൽ വരുന്നുണ്ട്? ഇവാലുവേഷന്റെ അടിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ കോൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് എ ബ്രോഡ് കോൺസെപ്റ്റ് ഡീലിംഗ് not just with the classroom examination but also evaluating the cognitive, affective and psychomotor domain of students. അപ്പൊ ബ്ലൂംസ് ടാക്സോണമി പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് 3 ഡൊമൈൻസ് ഉണ്ട് ഡെവലപ്മെന്റിന്റെ. ഇപ്പൊ നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് വിത്ത് റെസ്പെക്ട് ടു നോക്കിയാൽ നമുക്ക് എന്താ 3 ഡൊമൈൻസ് ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാർക്സ് അറ്റൈൻമെന്റ് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ദ ഹോൾ സ്റ്റുഡന്റ് പ്രോസസ്സിന്റെ ലേണിംഗ് പ്രോസസ്സിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് നടക്കുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അസസ്മെന്റ് ആണ് നടത്തുന്നത്. അതിലൂടെ നമ്മൾ എന്തൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്? സ്റ്റുഡന്റിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എഫക്റ്റീവ് ഡെവലപ്മെന്റ്, സൈക്കോമോട്ടോർ ഡൊമൈനിലെ ഡെവലപ്മെന്റ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 2-3 ഡെഫിനിഷൻസ് നോക്കാം. എന്താണ്? ഇവാലുവേഷൻ ഇസ് ദ അസൈൻമെന്റ് ഓഫ് സിംബൽസ് ടു ഫിനോമിനൻ ഇൻ ഓർഡർ ടു ക്യാരക്ടറൈസ് ദ വർത്ത് ഓർ വാല്യൂ ഓഫ് ദ ഫിനോമിനൻ, യൂഷ്വലി വിത്ത് റെഫറൻസ് ടു സം സോഷ്യൽ, കൾച്ചറൽ ഓർ സയന്റിഫിക് സ്റ്റാൻഡേർഡ്. അപ്പം ബ്രാഡ്ഫീൽഡ് പറയുന്ന ഡെഫിനിഷൻ ആണിത്. ഇതനുസരിച്ച് എന്താ പറയുന്നത്? ഇത് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താ സംഭവം. ഇവാലുവേഷൻ ഇസ് ദ അസൈൻമെന്റ് ഓഫ് സിംബൽസ്. അതായത് എന്താണ്? നമ്മൾ എന്താ ഇവിടെ അസൈൻ ചെയ്യുന്നത്? ഗ്രേഡ് അസൈൻ ചെയ്യുക അല്ലെ. അതായത് ഞാൻ പറഞ്ഞു ഇത് ഈ കുട്ടിക്ക് A+ ആണ് അല്ലെങ്കിൽ കുട്ടിക്ക് B ആണ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് അസൈൻമെന്റ് ഓഫ് സിംബൽ. എന്തിനാണ് നമ്മൾ ഈ സിംബൽ അസൈൻ ചെയ്തത്? ടു ഫിനോമിനൻ. എന്ത് ഫിനോമിനൻ? ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു മെഷറബിൾ പെർഫോമൻസ്. ഇപ്പൊ ഒരു എക്സാം നടത്തുകയാണ് അല്ലെ, അതെന്താണ്? അതൊരു ഫിനോമിനൻ ആണ്. അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ആയി, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. അപ്പൊ അതൊക്കെ എന്താണ്? ഒരു ഫിനോമിനൻ. അപ്പൊ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് ഒരു ഗ്രേഡ് കൊടുക്കില്ലേ? ഈ കുട്ടി നന്നായിട്ട് ചെയ്തു, ആ കുട്ടിക്ക് ഒരു A+ കൊടുക്കാം. അപ്പം ആ ഒരു ഫിനോമിനന് നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു സിംബൽ
മനസ്സിലായോ? അപ്പൊ ഞാൻ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഫിനോമിനും ഞാൻ കൊടുത്ത A+ എന്തായി, സിമ്പിളും ആയി. എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ക്യാരക്ടറൈസ് ദ വർത്ത് ഓർ വാല്യൂ ഓഫ് ദ ഫിനോമിനൻ. അതായത് ഈ ചെയ്തൊരു പ്രവൃത്തിയുടെ വില എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫിനോമിനന്, ഒരു കുട്ടി ഈ ഫിനോമിനൻ ചെയ്യുമ്പോൾ ആ കുട്ടി അതിന് ഒരു സിമ്പിൾ അസൈൻ ചെയ്യുന്നത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എന്തെങ്കിലും വേണ്ടേ, ഒരു റെഫറൻസ് വേണ്ടേ? ആ റെഫറൻസ് ആണ് എന്ത്? വിത്ത് റെഫറൻസ് ടു സം പെർട്ടിക്കുലർ റെഫറൻസ്. അതായത് എന്താണ്? സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക റെഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കൾച്ചറൽ ആയിരിക്കും, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിരിക്കും, സയന്റിഫിക് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫിനോമിനനെ നമ്മൾക്ക് സിംബോളിക് ആയിട്ട് ഒരു സിമ്പിൾ അസൈൻ ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഡെഫിനിഷൻ ഞാൻ ഒന്നും കൂടെ വായിക്കാം. എന്താ പറയുന്നത്? ഇവാലുവേഷൻ ഇസ് ദ അസൈൻമെന്റ് ഓഫ് സിംബൽസ് ടു ഫിനോമിനൻ. ഓക്കെ, സിംബൽസ് ടു ഫിനോമിനൻ ഇൻ ഓർഡർ ടു ക്യാരക്ടറൈസ് ദ വർത്ത് ഓർ വാല്യൂ ഓഫ് ദ ഫിനോമിനൻ. എന്ത് വിത്ത് റെസ്പെക്ട് ടു ആണ്? യൂഷ്വലി വിത്ത് റെഫറൻസ് ടു സം സോഷ്യൽ, കൾച്ചറൽ ഓർ സയന്റിഫിക് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. അന്നയുടെ ഡെഫിനിഷൻ ആണ് ഇവാലുവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗാദറിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എവിഡൻസ് ഓൺ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് ഓൾ സ്റ്റുഡൻസ് ആസ് ദേ പ്രോഗ്രസ് ത്രൂ സ്കൂൾ. അതായത് നമ്മളിപ്പോ പറയാണ് ഒരു നമ്മളിപ്പോ സ്കൂളിൽ ചേർത്തു. അപ്പൊ ഓരോ ക്ലാസ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്സ് വാങ്ങിച്ചിട്ട് പാസ് ആവുന്നുണ്ട്. അപ്പൊ ഓരോ ക്ലാസ്സും പാസ്സായി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്തുണ്ട്? ആ കുട്ടിയുടെ ഓവറോൾ ബിഹേവിയറിൽ മാറ്റമുണ്ട്. ഇപ്പൊ 3rd സ്റ്റാൻഡേർഡിലെ കുട്ടി എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് അതേപോലെയാണോ 4th കുട്ടി പ്രവർത്തിക്കുക? അല്ല. അപ്പൊ എന്തുണ്ട്? ആ കുട്ടിക്ക് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ട്, അക്കാഡമിക് ചേഞ്ചസ് ഉണ്ട്. ആ കുട്ടിയുടെ എന്താണ് മൊത്തമായിട്ടുള്ളൊരു എന്താ പറയാ കൺസെപ്ച്വൽ ഒരു തിങ്കിങ്ങിന് തന്നെ ചേഞ്ച് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഗ്യാദർ ചെയ്യുന്ന ഒരു പ്രോസസ്, അതാണ് എന്ത്? അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ് വിചാരിക്കുന്നു വാട്ട് ഇവാലുവേഷൻ ഇസ്. സോ ദിസ് ഇസ് ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഫോർ ഇവാലുവേഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇവാലുവേഷൻ ആണ്. ഏതൊക്കെയായിരിക്കും? ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. ഇവാലുവേഷൻ പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കേണ്ട ഒരു പ്രോസസ് ആണ്. പിന്നെ എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ലേണിംഗ് ദാറ്റ് എക്സ്പീരിയൻസസ് പ്രൊവൈഡ്. അപ്പം എക്സ്പീരിയൻസ് തരുന്ന ലേണിംഗ് പ്രോസസ്സിന്റെ എത്രമാത്രം അത് ഇഫക്റ്റീവ് ആണെന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവാലുവേഷൻ മെഷർ ചെയ്യുന്നത് എന്താണ്? ജസ്റ്റ് ലേണിംഗ് ബൈ ഹാർട്ടിംഗ് അല്ല. ആ ഒരു പഠിച്ച കാര്യത്തിന്റെ ഇഫക്റ്റീവ്നെസ് എത്രയാണ് എന്ന് മെഷർ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഇവാലുവേഷൻ. അത് പഠിച്ചോ, അത് മനസ്സിലാക്കിയോ എന്നുള്ളതിന്റെ മെഷർമെന്റ് ആണ് എന്ത്? ഇവാലുവേഷൻ. പിന്നെ എന്താണ്? ഇറ്റ് മെഷേഴ്സ് ഹൗ ഫാർ ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഹാസ് ബീൻ അച്ചീവ്ഡ്. അതായത് നമുക്കിപ്പോ ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലെ? എന്ത് പഠിപ്പിക്കുമ്പോഴും നമുക്ക് എന്തുണ്ട്? ബേസ് ആയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഇത് നമ്മൾ എന്തിനു പഠിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പം എന്ത് മാത്രം കുട്ടിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റാ പഠിപ്പിക്കുന്നതെന്ന് വെച്ചോ കുട്ടികളെ. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ആ കുട്ടി വലുതാവുമ്പോൾ ആ കുട്ടിക്ക് എന്തറിയണം? പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ പ്രശ്നങ്ങൾ അറിയണം, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ ദൂഷ്യഫലങ്ങൾ ഉണ്ടെന്ന് അറിയണം. പ്ലാസ്റ്റിക് വേസ്റ്റ് കണ്ടാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയണം, അല്ലെങ്കിൽ അതിന്റെ ഡസ്റ്റ്ബിൻ കണ്ടാൽ എന്താണെന്ന് മനസ്സിലാവണം. ചെറിയ കുട്ടികളാണെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ഡസ്റ്റ്ബിൻ ഏതാണ്, എന്താ പറയാ ഓർഗാനിക് വേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് എന്തുണ്ട്? ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പം ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എത്രമാത്രം ആ കുട്ടിക്ക് ആ പ്രായത്തിൽ മനസ്സിലായി എന്നുള്ളതിനെ മെഷർ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഇവാലുവേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് യൂസസ് സർട്ടൻ ടൂൾസ് ലൈക് ടെസ്റ്റ്, ഒബ്സർവേഷൻ, ഇന്റർവ്യൂ എക്സെട്ര. അപ്പൊ ഇതിൽ എന്താ ഉള്ളത്? നമുക്ക് ടെസ്റ്റ് നടത്താം. നമ്മളിപ്പം എക്സാം നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഈ കുട്ടിക്ക് കുറച്ച് വേസ്റ്റ് കൊടുത്തിട്ട് പറയാം ഇതെന്താ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ചെയ്യുന്ന ഒരു രീതി അനുസരിച്ച് രീതി കണ്ടാൽ നമുക്ക് എന്തറിയാം? ഈ കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. അല്ലെങ്കിൽ ആ കുട്ടിയോട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടൂൾസ് എല്ലാം നമുക്ക് ഇവാലുവേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യാം. പിന്നെ എന്താണ്? ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? അസസ്മെന്റ് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്. സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. അപ്പം ഓരോരുത്തരും അതെന്താണ്? ഇവാലുവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് മാർക്ക് ഇടുന്നത് മാത്രമല്ല, അതൊരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ചിലർക്ക് നമ്മളിപ്പോ തോന്നും ശരി ആ കുട്ടിക്ക് മനസ്സിലായി തോന്നി. എന്നാൽ ചിലർക്ക് എന്ത് വേണം? കുറച്ചുകൂടെ പെർഫെക്ഷൻ വേണമായിരിക്കും. അപ്പൊ അവരെന്ത് വിചാരിക്കും? ഇല്ല, ആ കുട്ടി ഒന്നും കൂടെ മനസ്സിലാക്കാനുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് ഫിലോസഫിക്കൽ ഇൻ നേച്ചർ. ഫിലോസഫിക്കൽ ആണ്. പിന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ, ക്വാളിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് വാല്യൂ ജഡ്ജ്മെന്റ്. എന്തൊക്കെയുണ്ട്?
ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ്ലിയും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ആ കിട്ടിയ വാല്യൂവിന്റെയും ഇപ്പൊ ക്വാളിറ്റേറ്റീവ്ലി ജഡ്ജ്മെന്റ് ക്വാണ്ടിറ്റേറ്റീവ്ലി ജഡ്ജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്നും നമ്മൾ എന്തിൽ പറയുന്നുണ്ട്, ഇവാലുവേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ആ കുട്ടിക്ക് ആ മെച്യൂരിറ്റി ഉണ്ടോ, കാര്യം അറിയാമോ എന്ന് നോക്കുന്നുണ്ട്. അതേപോലെ ആ കുട്ടിക്ക് 40 മാർക്ക് കിട്ടിയോ നോക്കുന്നുണ്ട്. 40 മാർക്ക് കിട്ടിയാൽ മാത്രം പാസ് ആണെന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, ഇവാലുവേഷൻ. പിന്നെ എന്താണ്, ഇറ്റ് ഗെറ്റ്സ് ഡേറ്റ ഫ്രം മെഷർമെന്റ്സ്. മെഷർമെന്റ് പ്രോസസ്സിലൂടെയാണ് അതിന് കിട്ടുന്നത് ഡേറ്റ കിട്ടുന്നത്. അപ്പൊ നമ്മൾ മെഷർമെന്റ് പ്രോസസ്സിൽ ഇപ്പൊ എക്സാം നടത്തുന്ന തന്നെയല്ലേ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ വരിക. അപ്പൊ മെഷർമെന്റ് നടത്തി നമുക്കൊരു മാർക്ക് കിട്ടി, അതിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, ജഡ്ജ്മെന്റിനായിട്ട് യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. ഓക്കെ, ഇറ്റ് നോട്ട് ഓൺലി ഡിറ്റർമൈൻസ് ദ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓൾസോ ആഡ്സ് മീനിങ് ടു ദ മെഷർമെന്റ്. അപ്പൊ മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഓൺലി അസൈൻമെന്റ് ഓഫ് വാല്യൂ ആയിരുന്നു അല്ലെ. നമ്മൾ ഒരു വാല്യൂ കൊടുക്കുന്നതിനാണ് മെഷർമെന്റ് അല്ലെങ്കിൽ നമ്പർ കൊടുക്കുന്നതിനാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കിട്ടിയ നമ്പറിന്റെ മീനിങ് എന്താണ് എന്ന് പറയുന്നതാണ് എന്ത്, ഇവാലുവേഷൻ. മീൻസ് 40 കിട്ടിയാൽ പാസ്സായി, 40 കിട്ടിയാൽ അതൊന്ന് മനസ്സിലാക്കേണ്ട എന്താണ്, ഈ കുട്ടിക്ക് ഈ കാര്യത്തെ പറ്റി ഇത്ര അത്യാവശ്യം വിവരമുണ്ട് അല്ലെങ്കിൽ കുറച്ച് വിവരമുണ്ട് എന്ന ഒരു മീനിങ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ഇവാലുവേഷൻ. പിന്നെ എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് വാല്യൂസ് ആൻഡ് പർപ്പസസ്. അതായത് നമുക്ക് എന്താണ്, എന്തിന് നമ്മളത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞില്ലേ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ അച്ചീവ്മെന്റിനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറയാ, ഒരു കുട്ടിയെ നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ എന്താ പറയാ എന്തൊക്കെ നോളജ് വേണോ ആ കുട്ടിക്ക്, അപ്പം അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഇവാലുവേഷൻ പ്രോസസ്സ് വരുന്നത്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇവാലുവേഷൻ. നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇവാലുവേഷൻ ആണ്. എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഇൻവോൾവ്? ഇപ്പൊ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് വിത്ത് റെസ്പെക്ട് നോക്കിയാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്, ഇവാലുവേഷൻ ഓഫ് എ സ്കൂൾ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, ലൊക്കേഷൻ എവിടെയാണ്, ഹൈജീനിക് ആണോ, സ്ട്രെങ്ത് ഓഫ് ബിൽഡിംഗ് എങ്ങനെയാണ്, ടീച്ചർ സ്റ്റുഡന്റ് സ്ട്രെങ്ത് എങ്ങനെയാണ്, ഓക്കെ അല്ലെ. ഇവാലുവേഷൻ ഓഫ് എ സ്കൂൾ പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, എന്തൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പൊ സ്കൂൾ സൈറ്റ് ആണെങ്കിൽ നമ്മൾ ഇതൊക്കെയാണ് പറഞ്ഞു. സ്കൂൾ പ്രോഗ്രാം ആണെങ്കിലോ ആ സ്കൂളിന്റെ സിലബസ് എന്തൊക്കെയാണ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പോവാന്ന് വെച്ചോ, നമ്മൾ എന്തൊക്കെ നോക്കും, സ്കൂളിന്റെ ഇവാലുവേഷൻ ഓഫ് സ്കൂൾ സൈറ്റ് നോക്കും, ഇവാലുവേഷൻ ഓഫ് സ്കൂൾ പ്രോഗ്രാം നോക്കും. അതൊരു പോയിന്റ് ആയിട്ട് എഴുതണേ. പിന്നെ അടുത്തതോ അവിടുത്തെ ടീച്ചിങ് മെത്തേഡ്സ് എന്താന്ന് നോക്കില്ലേ, എയിം എന്താണ്, പർപ്പസ് എന്താണ്, എങ്ങനെയാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്, പ്രാക്ടിക്കൽ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. പിന്നെയോ ഇവാലുവേഷൻ ഓഫ് ടോട്ടൽ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻ. അതെന്താണ്, കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അഫക്റ്റീവ് സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, സൈക്കോമോട്ടർ ഡൊമൈനിന് ഡെവലപ്മെന്റ് ഉണ്ടോ. അപ്പം ടോട്ടൽ ആയിട്ട് ആ പ്രോഗ്രാമിന് എന്തൊക്കെ വാല്യൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, ഡിസിപ്ലിൻ ഉണ്ടോ, കൺട്രോൾ ഉണ്ടോ, അത് ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ എന്ത് ഇവാലുവേറ്റ് ചെയ്യും, മെറ്റീരിയൽസ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യും അല്ലെ, ടെക്സ്റ്റ് ബുക്സ്, കോഴ്സ് മെറ്റീരിയൽസ് ഇതെല്ലാം. പിന്നെ ഓവറോൾ സ്റ്റുഡന്റ് ഗ്രോത്ത് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യും. അപ്പം നമ്മളിപ്പം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ ഇവാലുവേഷൻ കൊണ്ടുവരുമ്പോൾ ഇവാലുവേഷൻ എന്തൊക്കെ നമ്മൾ എന്തിന്റെയൊക്കെ ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, സ്കൂൾ സൈറ്റ് നോക്കും, സ്കൂളിന്റെ എന്താണ് പ്രോഗ്രാം നോക്കും, ടീച്ചിങ് മെത്തേഡ് നോക്കും, പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻ നോക്കും, പിന്നെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കും, കോഴ്സ് മെറ്റീരിയൽസ് നോക്കും, സ്റ്റുഡന്റിന്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നോക്കും. സോ ഇതെല്ലാം എന്താണ്, ഇവാലുവേഷന്റെ സ്റ്റെപ്സ് ആണ്. ഓക്കെ, പിന്നെ ഈ മൂന്നിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. നമ്മൾ നേരത്തെ പറഞ്ഞത് മെഷർമെന്റ്, അസസ്മെന്റ്, ഇവാലുവേഷൻ. ഇപ്പൊ എല്ലാം നമുക്ക് അറിയാമായിട്ട് കമ്പാരിസൺ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. സോ വാട്ട് ആർ ദ കമ്പാരിസൺ? മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അസൈൻമെന്റ് ഓഫ് നമ്പേഴ്സ് അല്ലെ, യൂസ്ഡ് വെറൈറ്റി ഓഫ് ഇൻസ്ട്രുമെന്റ്, ടെസ്റ്റ് ആയി, റേറ്റിംഗ് സ്കെയിൽ ആയി. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് numbers assign ചെയ്യുന്നതാണ് മെഷർമെന്റ്. സോ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ന്യൂമറിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡിഗ്രി ഓഫ് ഇൻഡിവിജ്വൽ പൊസസസ്. അപ്പൊ എന്താണ് ഇൻഡിവിജ്വലിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എത്രമാത്രം അറിയാം എന്നുള്ളതിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുന്ന പ്രോസസ് ആണ് എന്ത്, നമ്മുടെ മെഷർമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അസസ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ്, റിവ്യൂയിങ് ആൻഡ് യൂസിംഗ് ഡേറ്റ ഫോർ ദ പർപ്പസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ കറന്റ് പെർഫോമൻസ്. ഇപ്പൊ നടക്കുന്ന പെർഫോമൻസിൽ നമുക്ക് എന്ത് വേണം, അതിനെ കുറിച്ച് നമ്മൾ എന്താണ് ഡേറ്റ കളക്ട് ചെയ്യുകയും അത് റിവ്യൂ ചെയ്യുകയും അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയാ ടീച്ചിങ് മെത്തേഡ്സ് ഇംപ്രൂവ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അസസ്മെന്റ് എന്താണ്, ഡയഗ്നോസ്റ്റിക് ഇൻ നേച്ചർ ആണ്, ആസ് ഇറ്റ് ടെൻഡ്സ് ടു ഐഡന്റിഫൈ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അപ്പം അസസ്മെന്റിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്, എവിടെയാണ് കുട്ടി റൈറ്റ്, എവിടെയാണ് കുട്ടി വീക്ക്. അപ്പൊ ആ വീക്ക് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതിനോട് കൊണ്ട് തന്നെ അതെന്താണ്, ഒരു ഡയഗ്നോസ്റ്റിക് പ്രോസസ് ആണെന്ന് നമുക്ക് പറയാം.
പിന്നെ എന്താണ് അസസ്മെന്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഓൺ പെർഫോമൻസ് ആൻഡ് വേസ് ടു എൻഹാൻസ് പെർഫോമൻസ് ഇൻ ഫ്യൂച്ചർ. അസസ്മെന്റ് പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതിയാലും മതി അല്ലേ. അപ്പൊ എന്താണ് അസസ്മെന്റ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എന്താണ് അസസ്മെന്റ് എന്തിനാണ് നമ്മൾ പറഞ്ഞു? ഫോർമേറ്റീവ് പ്രോസസ് ആണ് അല്ലെ, ഫോർമേറ്റീവ് ആണ്, അതായത് ഇംപ്രൂവ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അസസ്മെന്റ്. പിന്നെ എന്താണ് ഫീഡ്ബാക്ക് ഈസ് ബേസ്ഡ് ഓൺ ആൻ ഒബ്സർവേഷൻ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് പോയിന്റ്സ്. അപ്പം ഒബ്സർവേഷന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. പിന്നെ എന്താണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസസർ ആൻഡ് അസസി ഈസ് റിഫ്ലക്റ്റീവ്, ദാറ്റ് ഈസ് ദ ക്രൈറ്റീരിയാസ് ആർ ഡിഫൈൻഡ് ഇന്റേണലി. അപ്പൊ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്? അത് റിഫ്ലക്റ്റീവ് ആണ്, അതായത് ക്രൈറ്റീരിയ എന്താണെന്നാ പറഞ്ഞത്? ഇന്റേണലി ഡിഫൈൻഡ് ആണ്. ഇപ്പൊ ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള റിലേഷൻ പോലെ. ഓക്കെ, ഇനി ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പാസിംഗ് ജഡ്ജ്മെന്റ്. അപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്തായി? ജഡ്ജ്മെന്റ് പാസ് ചെയ്തു. ബേസ്ഡ് ഓൺ എന്താണ്? നമുക്ക് കിട്ടുന്ന ആ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ക്രൈറ്റീരിയയും അതിൽ നമുക്ക് കിട്ടുന്ന എവിഡൻസും ബേസ് ചെയ്തിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ആ ജഡ്ജ്മെന്റ് പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവാലുവേഷൻ ഡയഗ്നോസ്റ്റിക് ആണോ? അല്ല. ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ജഡ്ജ്മെന്റ് ആണ്, ജഡ്ജ്മെന്റൽ ആണ്. അപ്പൊ ഇതെന്താണ്? ഇത് നമ്മൾ ഓവറോൾ ആയിട്ട് ഒരു ഗ്രേഡ് അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് അത് പാസ് ആണോ ഫെയിൽ ആണോ എന്നൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന ആ പ്രോസസ് ആണ് എന്ത്? ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ആസ് സർട്ടൻ വെദർ ദ സ്റ്റാൻഡേർഡ്സ് ആർ മെറ്റ് ഓർ നോട്ട്. അപ്പം ഇവാലുവേഷൻ ചെയ്യുന്ന എന്താണ്? സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തോ ഇല്ലയോ, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് പറയുകയാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. പിന്നെ ഇവാലുവേഷൻ ഇസ് ഓൾ അബൌട്ട് ജഡ്ജിങ് ക്വാളിറ്റി, ദെർഫോർ ദ പർപ്പസ് ഇസ് സമ്മേറ്റീവ്. അപ്പൊ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെഷർമെന്റ് പോലെ തന്നെ എന്താണ്? ഒരു ഫൈനൽ ഡിസിഷൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ എന്താണ്? നമ്മൾ സമപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറഞ്ഞാൽ പോലും അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ജഡ്ജ്മെന്റ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അതെല്ലാം കൂടെ നോക്കിയിട്ട് നമ്മളൊരു ഫൈനൽ കൺക്ലൂഷൻ പറയാണ്. കൺക്ലൂഷൻ പറയുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താണെന്നാ പറഞ്ഞത്? സമ്മേറ്റീവ് പ്രോസസ് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? സമ്മേറ്റീവ് ആണ്. പിന്നെ എന്താണ്? ഫീഡ്ബാക്ക് റിലൈസ് ഓൺ ദ ലെവൽ ഓഫ് ക്വാളിറ്റി ആസ് പെർ സെറ്റ് സ്റ്റാൻഡേർഡ്. അപ്പൊ ഫീഡ്ബാക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക? ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്ത്, അതായത് നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ പ്രോസസ് നടക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പാസ് മാർക്ക് 40. അപ്പൊ ആ 40 എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ എന്താണ്? ദ ഇവാലുവേറ്റർ ആൻഡ് ഇവാലുവേറ്റി ഷെയർ എ പ്രിസ്ക്രിപ്റ്റീവ് റിലേഷൻഷിപ്പ് wherein the standards are imposed externally. അപ്പൊ ഈ 40 എന്ന് പറയുന്നത് എന്താണ്? അത് എല്ലാവർക്കും നമ്മൾ ഡിഫൈൻ ചെയ്തതല്ലേ, അല്ലാതെ നമ്മൾ ഇന്റേണലി നമ്മൾ തമ്മിൽ തീരുമാനിച്ച ഒരു കാര്യമാണോ? അല്ല, അത് പുറത്തുനിന്ന് വന്നതാണ്. 40 മാർക്സ് ആണ് പാസ്, 40 കുറവാണെങ്കിൽ ഫെയിൽ ആകുന്നത്. അപ്പൊ ഇത് എക്സ്റ്റേണലി ഇമ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിൽ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവാലുവേഷൻ പ്രോസസ്സ് നടക്കുന്നത്. സോ ഇതിൽ നമുക്കൊരു കമ്പാരിസൺ ആണ് കാണുന്നത്. മെഷർമെന്റ്, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ, ഇത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് നടത്തുകയാണ്. നമുക്കിത് നമുക്ക് പേജും കൺസ്യൂം ചെയ്യണമല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ഡയഗ്രാം വരയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് എന്ത് ചെയ്യും? നമ്മുടെ സ്കില്ലിനെ മെഷർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ മെഷർ ചെയ്യുന്ന പറഞ്ഞ പ്രോസസ് എന്താണ്? ഈ ടെസ്റ്റിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കും അല്ലെ, അതായത് ഇത്ര മാർക്ക് കിട്ടി. ഈ ഇത്ര മാർക്ക് കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്ത് നമുക്ക് ചെയ്യാം? അസസ്മെന്റ് ചെയ്യാം. അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ. അപ്പൊ മെഷർമെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അസസ്മെന്റ് ചെയ്യാം. അപ്പം അതിന് തന്നെ ഇപ്പൊ നമ്മൾ അതൊന്ന് ആ പേപ്പർ നന്നായിട്ട് പഠിച്ചാൽ, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് നമ്മൾ എന്താ പറയാ, ആ പേപ്പർ ആ കുട്ടിയുടെ ആൻസർ ഷീറ്റ് നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ അതിൽ നമുക്ക് ഒത്തിരി ഒബ്സർവേഷൻസ് കിട്ടും. ഈ കുട്ടി ഈ പാർട്ടിൽ വീക്കാണ്, ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ നമുക്ക് അസസ്മെന്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ അസസ്മെന്റും മെഷർമെന്റും ഒക്കെ കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ കുട്ടിക്ക് അത്രയും അറിയാമോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. സോ മെഷർമെന്റ് ലീഡ്സ് ടു വാട്ട്? മെഷർമെന്റ് is used, we use measurement for assessment and we use assessment for evaluation. So measure ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടെസ്റ്റ് കഴിഞ്ഞാൽ മെഷർമെന്റ് കിട്ടും. ഈ മെഷർമെന്റിൽ നിന്ന് നമുക്ക് അസസ്മെന്റ്സ് നടത്താം. ഈ മെഷർമെന്റ്സും അസസ്മെന്റും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവാലുവേറ്റും ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ കൺഫ്യൂഷൻ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത പോർഷനിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ദ ടേം മെഷർമെന്റ്, അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ? അപ്പൊ ഒരു കമ്പാരിറ്റീവ് നമുക്ക് ഓരോന്നും ഡിഫൈൻ ചെയ്യാം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം, അതേപോലെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയും കൊടുക്കാം. പിന്നെ എന്താണ്? ഡിഫൈൻ ദ ടേം മെഷർമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചായിരുന്നു മെഷർമെന്റ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഇതാണ് ഇപ്പോഴത്തെ പോർഷൻ.